പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ സംബന്ധിച്ചുള്ള കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്ലാൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് അപ്പിയർ ചെയ്യുമെന്നുള്ള രീതിയിൽ WWE അഡ്വർടൈസ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഇതുവരെ ഔദ്യോഗികമായി കോഡി റോഡ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത WWE പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇനിയൊരു സർപ്രൈസ് അപ്പിയറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി സ്മാക്ഡൗൺ എപ്പിസോഡിന് കുറച്ചും കൂടി ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന അപ്ഡേറ്റ് ഇതല്ല. കോഡി റോഡ്സ് ഇനി വരാൻ സാധ്യതയുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ്, അത് ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് ആണെന്നുള്ളത് റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഡി റോഡ്സിനെ അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോഡി റോഡ്സിനെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. ആ ഒരു ലിസ്റ്റിൽ കോഡി റോഡ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റസൽ വോഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഡി റോഡ്സിന് മത്സരം ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത റസൽ വോഡ്സ് പങ്കുവെക്കുന്നില്ല. അവർ പറയുന്നത് ഒരു മത്സരം ഇല്ലെങ്കിൽ പോലും ഒരു അപ്പിയറൻസ് എങ്കിലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി റോഡ്സ് നടത്താൻ സാധ്യതകൾ ഉണ്ട്, അത്തരത്തിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്ലാൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടേണിംഗ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കോഡി റോഡ്സ് ആരെ നേരിടും, അതുപോലെ തന്നെ കോഡി റോഡ്സ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഡ്സിന് വേണ്ടിയിട്ടുള്ള ലാഡർ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള തലത്തിലേക്കുള്ള ചർച്ചകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കോഡി റോഡ്സ് തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, റോ എപ്പിസോഡിന് ശേഷം ഒരു ടാഗ് ടീം സ്പ്ലിറ്റ് ആകുന്നതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ WWE പുറത്തേക്ക് വിട്ട വീഡിയോയിൽ റോക്സിനി പെരസും ജൂലിയയും തമ്മിൽ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ റോക്സിനി പെരസ് പറയുന്നത്, നമ്മൾ വന്നത് വിജയിക്കാനാണ്, തോൽക്കാനല്ല, നമുക്ക് റീമാച്ച് ചോദിച്ചു വാങ്ങണം, ഇവർക്കെതിരെ വിജയം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടം വിടൂ എന്നുള്ളത് ജൂലിയയോട് റോക്സിനി പെരസ് പറയുന്നുണ്ട്. പക്ഷേ ജൂലിയ പറയുന്നുണ്ട് നമ്മളൊന്നും ഇനി ഇല്ല എന്ന് പറഞ്ഞ് ജൂലിയ അവിടെ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ റോക്സിനി പെരസ് ഒറ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റോ എപ്പിസോഡിന് ശേഷമാണ് ഈ ഒരു മൊമെൻറ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നതിൻ്റെ സൂചനയാണ് അവർ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റിൽ നിന്ന് മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് റോക്സിനി പെരസും ജൂലിയയും വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെഗ്മെൻറ്റും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ റോക്സിനി പെരസും ജൂലിയയും ടീം ആയിക്കൊണ്ട്. അതിനു മുൻപ് ഇവർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന റെസ്ലേഴ്സാണ്. റോയിലേക്ക് വന്നപ്പോഴാണ് ടീം ആയത്. എന്തായാലും റോക്സിനി പെരസ്, ജൂലിയ തുടങ്ങിയവരുടെ ഭാവി ഇനി ഒരുമിച്ചായിരിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി ഇരുവരും പ്ലാൻ ചെയ്തുകൊണ്ട് ഇയോ സ്കൈയെയും റിയ റിപ്ലിയെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചും ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും റോ എപ്പിസോഡിൽ ഇനി ഇവരുടെ സെഗ്മെൻറ്റ് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിനെ സംബന്ധിച്ചാണ്. ജോൺസിനെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സീന മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യ റോ എപ്പിസോഡ്, അതായത് 2 ദിവസം കഴിഞ്ഞ് നടക്കുന്ന റോ എപ്പിസോഡിൽ ജോൺസിന അപ്പിയർ ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ WWE തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ജോൺസിന അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മർ സ്ലാമിലെ പദ്ധതികൾ ആർക്കെതിരെ, അതുപോലെ തന്നെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിച്ചു വരുന്ന റെസ്ലർക്ക് ജോൺസിന് കൊടുക്കുന്ന ഒരു മറുപടി എന്തായിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ജോൺസിനെ റോയിലേക്ക് അഡ്വർടൈസ് ചെയ്യുന്നതോടുകൂടി റോ ബ്രാൻഡിൽ നിന്നുള്ള ഒരു റെസ്ലർ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു രീതിയിലേക്കും ആ ഒരു സ്റ്റോറി പോയേക്കാം. എന്തായാലും റോ എപ്പിസോഡിൽ ജോൺസിനെ അപ്പിയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ ടൂറിൽ അദ്ദേഹം ഇനി അങ്ങോട്ട് ഫുൾ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലും അതിനുശേഷം നടക്കുന്ന റോ എപ്പിസോഡിലും ജോൺസിന വരും എന്നുള്ളത് ഏകദേശം സെറ്റായിരിക്കുന്നു. നാലാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ്, സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള പുതിയ മത്സരമായ CM പങ്കും സാമി സെയിനും ടീം ആയിക്കൊണ്ട് സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിനെതിരെ കളിക്കുന്ന ടാഗ് ടീം മത്സരത്തിൽ നടക്കാൻ സാധ്യതയുള്ള 3 സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് റോമൻ റിയൻസിൻ്റെ ഒരു റിട്ടേൺ ആണ്. റോമൻ റിയൻസിനെ അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത് റസൽമേനിയ 41 കഴിഞ്ഞതിന് ശേഷമുള്ള
ആയിട്ടുള്ള ആദ്യ റോ എപ്പിസോഡിലായിരുന്നു, റോ ആഫ്റ്റർ മാനിയ എപ്പിസോഡിൽ. അന്ന് റോമൻ റെയിൻസ് സെത്ത് റോളിൻസിനെയും പോൾ ഹെയ്മനെയും ആക്രമിച്ചതിന് ശേഷം ബ്രോൺ ബ്രേക്കറുടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ബ്രോൺ ബ്രേക്കർ സെത്തിൻ്റെ കൂടെ ചേർന്നു. പിന്നീട് റോമൻ റെയിൻസിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിച്ചില്ല. റോമൻ റെയിൻസ് എന്ന് റിട്ടേൺ ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചനയൊന്നും അവർ നൽകിയില്ല. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഭാവി എന്ത്, റോമൻ റെയിൻസ് എന്ന് വരും എന്നുള്ളതിന് ഒരു സാധ്യതയുള്ളത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഈവൻ്റ് എന്ന് പറയുന്ന ഷോയിലാണ്. അപ്പോൾ റോമൻ റെയിൻസ് വരുന്നു. ഈ അവസരത്തിൽ CM പങ്ക്, സാമി സെയിൻ തുടങ്ങിയവരുടെ ടീം വിജയിക്കാനും സാധ്യതകളുണ്ട്. രണ്ടാമത്തേത് സാമി സെയിൻ്റെ ഹീൽ ടേൺ ആണ്. ഇത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ റിവ്യൂ വീഡിയോയിലടക്കം ഞാൻ പറഞ്ഞതാണ് സാമി സെയിൻ ഹീൽ ആകും എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് CM പങ്ക്, സാമി സെയിൻ, ജെ ഊസോ തുടങ്ങിയവർക്കാണ്. മറുവശത്ത് നിൽക്കുന്ന സെത്തിനും ബ്രോൺ ബ്രേക്കറിനും 2 റെസ്ലേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവരെ എതിരെ നിൽക്കുന്ന പങ്ക്, ജെ ഊസോ, സാമി, ഇവർ 3 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമിയെ സെത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് സാമിയെ ഹീലാക്കി പിന്നീട് സാമി വേഴ്സസ് ജെ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് അവസരങ്ങൾ മേടിച്ചു കൊടുക്കാനും സെത്തിന് സാധിക്കും. അങ്ങനെ സാമിക്ക് വേൾഡ് ചാമ്പ്യൻ ആകാമെന്നുള്ള ഒരു ഓപ്ഷനൊക്കെ മുന്നോട്ടേക്ക് വെച്ച് മുൻപേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ജെക്കെതിരെയുള്ള ഒരു മത്സരമാക്കി മുന്നോട്ടേക്ക് വെച്ച് സാമിയെ ഈ ഒരു ഇവൻറ്റിൽ CM പങ്കിനെ ആക്രമിച്ചുകൊണ്ട് സെത്തിൻ്റെ ഫാക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തേത് ഈ നമ്പേഴ്സ് അഡ്വാൻറ്റേജ് പറഞ്ഞതുപോലെ തന്നെ സെത്തിൻ്റെ ഫാക്ഷനിലേക്ക് വരുന്ന മൂന്നാമത്തെ ഒരു മെമ്പറാണ്. അത് സാമി ആയിരിക്കില്ല, മറിച്ച് ഡ്രൂ മാക്കൻഡയറിനെ പോലെ ഒരു റെസ്ലർ, അല്ലെങ്കിൽ ഡ്രൂ മാക്കൻഡയർ തന്നെ. അതിനും സാധ്യതകളുണ്ട്. കാരണം ഡ്രൂ മാക്കൻഡയറിൻ്റെ പേര് പറയാൻ കാരണം പങ്കിന് എതിരെയുള്ള ഡ്രൂ മാക്കൻഡയറിൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ടീം, ഇപ്പോൾ ജെ ആയാലും സാമി ആയാലും റോമൻ ആയാലും ഇവർക്കെതിരെ ഡ്രൂ എടുത്തിരിക്കുന്ന തീരുമാനം, ഇവർക്കെതിരെ ചെയ്യുന്ന സ്റ്റോറി, ഇതെല്ലാം ഡ്രൂവിനെ ഈ ഒരു സെത്തിൻ്റെ ഫാക്ഷനിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രൂവും കൂടി വരുമ്പോൾ സെത്തിൻ്റെ ഫാക്ഷൻ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത, ഒരു അടി പോലും അടിക്കാൻ സാധിക്കാത്ത പവറുള്ള ഒരു ടീമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ സാധ്യതയും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന അടുത്ത സ്പെഷ്യൽ എപ്പിസോഡിലെ ഈ ഒരു ടാഗ് ടീം മത്സരത്തിന് ഉണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എപ്പിസോഡ് കൂടിയിട്ടാണ് ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.